യെസ്, വായിച്ചേ കേക്കട്ടെ. What are the chemicals present in blueprint paper? Potassium ferricinide and ammonium ferric citrate. വാട്ട് ആർ ദ കെമിക്കൽ പ്രസന്റ് ഇൻ ദ ബ്ലൂ പ്രിന്റ് പേപ്പർ? അർത്ഥം എന്താ? ഒറിജിനൽ അല്ലേ? ബ്ലൂ പ്രിന്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രിന്റ് പേപ്പറിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാ? പൊട്ടാസ്യം ഫെറിസിനൈഡ്, പൊട്ടാസ്യം ഫെറിക് സയനൈഡ് അല്ലേ? ഫെറിക് സയനൈഡ്. ഫെറിസയനൈഡ്, ഫെറിക് അല്ല, ഫെറിസയനൈഡ് ആൻഡ് അലുമിനിയം ഫെറിക് സിട്രേറ്റ്. സൈട്രേറ്റ് അല്ല, സിട്രേറ്റ്. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണല്ലോ നമ്മൾ 10ാം ക്ലാസ് കൊണ്ട് കെമിസ്ട്രി നിർത്തിക്കളയുന്നത് അല്ലേ? അതെ, ഈ വായിക്കൊള്ളാത്ത പരിപാടിയാണല്ലോ ഇതിനകത്തുള്ളത് അല്ലേ? 5 പറയുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രി കണ്ടാൽ തന്നെ ഛർദിക്കാൻ വരുന്നുണ്ട്. ശരി, പക്ഷെ ഇത് പഠിച്ചാലേ നമുക്ക് LLB എൻട്രൻസ് എഴുതാൻ പറ്റും. ദ കളർ ഓഫ് ദ പ്യുവർ അമോണിയം ക്ലോറൈഡ് പൗഡർ. അമോണിയം ക്ലോറൈഡ് പൗഡറിന്റെ കളർ എന്താണ്? വൈറ്റ്. അമോണിയ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ? FACT-ന്ന്? ഫാക്ട്. വളം. അമോണിയ നല്ല വെളായിരിക്കും. The color of the pure ammonium chloride powder is white. Main raw material in the manufacture of glass. ഗ്ലാസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു എന്താണ്? സിലിക്ക എന്ന് പറഞ്ഞാൽ എന്തുവാ? മണൽ കണ്ടിട്ടുണ്ടോ? മണല് കോവളം ബീച്ചിൽ പോയിട്ടുണ്ടോ? ഇല്ല. നല്ല പഞ്ചസാര പോലുള്ള മണലാണ് കോവളം ബീച്ചിലുള്ളത്. ആലപ്പുഴ ബീച്ചിലും പോകണം. അതൊരു പ്രത്യേക ബീച്ചിൽ നല്ല വെളുവെള്ള തൂവെള്ള പോലുള്ള മണലാണുള്ളത്. ഈ മണലാണ് ഗ്ലാസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, സിലിക്ക. എല്ലാ മണലും ഉപയോഗിക്കത്തില്ല കേട്ടോ, സിലിക്ക. ദ ആസിഡ് ഈസ് നോൺ ഓഫ് കിങ് ഓഫ് കെമിക്കൽസ്. ഏതാ? സൾഫ്യൂറിക് ആസിഡ്. അത് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, കിങ് ഓഫ് കെമിക്കൽസ്. അടുത്തത്, ഡിറ്റീരിയം ഈസ് ആൻ ഐസോടോപ്പ് ഓഫ് ഡാഷ്. ഡിറ്റീരിയം എന്ന് പറയുന്നത് എന്തിന്റെ ഐസോടോപ്പാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡിറ്റീരിയം. ഓക്കെ, അപ്പോൾ ഓക്സിജന്റെയും അയോഡിന്റെയും കൊബാൾട്ടിന്റെയും കൂടെ അങ്ങ് പഠിച്ചു കളയാം. എന്താ? യെസ്. The non-metal which is liquid state is in the atmospheric temperature is known as dash. ഏതാണ്? bromine. The non-metal which is liquid at the state of atmospheric temperature. ഏതാ? bromine sir. Yes. Liquid non-metal bromine. ലിക്വിഡ് മെറ്റൽ ആണെങ്കിലോ? മെർക്കുറി. അതെ. കോമ്പൗണ്ട് ആഡഡ് ടു റെക്ടിഫൈഡ് സ്പിരിറ്റ് ടു മേക്ക് ഇറ്റ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ഏതാ? മെത്തനോൾ ചേർത്താൽ എന്തോ പറ്റും? ആള് ചത്തുപോകും.
അതിനെയാണ് ചാരായ ദുരന്തം എന്ന് പറയുന്നത്. വൈപ്പിൻ ദുരന്തം, പിന്നെ കൊട്ടാരക്കര ദുരന്തം. ചാരായ ദുരന്തം ഉണ്ടായില്ലേ? മെഥനോൾ ചേർക്കുന്ന ചാരായം കുടിക്കുമ്പോഴാണ് ആള് മരിക്കുന്നത്. ആദ്യം കണ്ണടിച്ചങ്ങ് പോകും, പിന്നെ മരിക്കും. കേട്ടോ? യെസ്, മനസ്സിലായെങ്കിൽ വായിച്ചേ കേക്കട്ടെ. 98. What are the chemicals present in blueprint paper? Potassium ferricyanide and ammonium ferric citrate. 99. The color of the pure ammonium chloride powder is white. 100. Main raw material in the manufacture of glass, silica. 101. Acid known as king of chemicals, sulfuric acid. 102. Deuterium is an isotope of hydrogen. 103. The non-metal which is in liquid state at atmospheric temperature, bromine. 104. Compound added to rectified spirit to make it unfit for drinking purpose, methanol. യെസ്, സരിക വായിക്കൂ. The chemicals present in blueprint paper: potassium ferricyanide and ammonium ferric citrate. The color of pure ammonium silica. Acid known as king of chemicals, sulfuric acid. 102. Deuterium hydrogen. 104. Compound methanol. യെസ്. ഇപ്പോൾ എനി ഡൗട്ട്? ഇല്ല സർ. യെസ്. അത് 105. ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ. ആർട്ടിഫിഷ്യലായി കൃത്രിമമായി മധുരമുണ്ടാക്കിയ സാധനം ഏതാണ്? സക്കറിൻ. സക്കറിൻ അല്ലേ? സക്കറിൻ. അടുത്തത്, ആസിഡ് യൂസ് ടു വാഷ് ഐസ്. കണ്ണ് കഴുകാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബോറിക് ആസിഡ്. ബോറിക് ആസിഡ്. അടുത്ത്, ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അറിയുമോ? ഇല്ല സർ. ഈ ഫോട്ടോ ഒക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ബോറിക് ആസിഡ്. ഹൈപ്പോ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? ഹൈപ്പോയോ? ഹൈപ്പോയുടെ കണ്ടന്റും അതാണ്. റിയാക്ഷൻ ഈസ് അഡിഷൻ ഓഫ് ഡാഷ്. സോറി, റിഡക്ഷൻ. റിഡക്ഷൻ ഈസ് അഡീഷൻ ഓഫ് ഡാഷ്. എന്തുവാ? എന്തിനെ ആഡ് ചെയ്യുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്? ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ. അഡിഷൻ റിയാക്ഷൻ ഈസ് ദ റിഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ. അടുത്തത് എന്താ പറഞ്ഞേ? അമാൽഗംസ് ആർ കമ്പോണൻസ് വിച്ച് ഓൾവേസ് കണ്ടെയ്ൻഡ് ഡാഷ്. അമാൽഗത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്ൻഡ് ഏതാണ്? മെർക്കുറി. അലോയി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എ ബോഡി ഓഫ് എയർപ്ലെയിൻ. എയർപ്ലെയിൻ ഉപയോഗിക്കുന്ന അലോയി ഏതാ? ഡ്യൂറാലുമിൻ. അല്ലേ? ഡ്യൂറാലുമിൻ. മെറ്റൽ പ്രസന്റ് ഇൻ ഇൻസുലിൻ ആൻഡ് ടിയേഴ്സ്. കണ്ണുനീരിലും ഇൻസുലിനിലും അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക്. ഇന്റർനാഷണൽ മോൾ ഡേ
October 23. ഒക്ടോബർ 23 ആണ് ഇന്റർനാഷണൽ മോൾ ഡേ. അടുത്തത് സിഗ്നസ് ഈസ് ദ മിക്സർ ഓഫ് ഡാഷ്. സൈഗ്നസ് ആണ് കേട്ടോ, സിഗ്നസ് അല്ല. സൈഗ്നസ് ഈസ് എ മിക്സർ ഓഫ് ഡാഷ്. ഏതാണ്? Carbon monoxide and hydrogen. അത് പഠിച്ചോണം കേട്ടോ. സൈഗ്നസ് ഈസ് എ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അടുത്തത് ദ ലാസ്റ്റ് നാച്ചുറൽ എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഏതാണ്? Uranium. യെസ്. എത്രയാണ്? യുറേനിയം. Yes. യെസ്. ഓക്കെ. Sir. എനി ഡൗട്ട്? ഇല്ലല്ലോ. 109 എന്തായിരുന്നു സാർ പറഞ്ഞേ? alloy which used to production of a body of air, duralumin. ഡ്യൂറാലുമിൻ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? ഡ്യൂറാലുമിൻ. ഓക്കെ, റെഡി? വായിച്ചേ. 105. The first artificial sweetener, saccharin. 106. Acid used to wash ice, boric acid. 107. Reduction is addition of hydrogen. 108. Amalgams are the compounds which always contain mercury. 109. Alloy which is used for the protection of the body of aeroplanes. Duralumin. 110. Metal present in insulin at ears. Zinc. 111. International Mole Day, October 23. 112. Cygnus is a mixture of carbon monoxide and hydrogen. 113. The last natural element in the periodic table, uranium. സരി വായിച്ചേ. 105. The first artificial sweetener, saccharin. 106. Acid used to wash ice, boric acid. 107. 108. These are the compounds which always contain mercury. 109. Alloy which is used for the production of body of aeroplane. Yes, zinc. 111. International Mole Day, October. Gas is a mixture of carbon monoxide and hydrogen. 113. The last natural element in periodic table is uranium. യെസ്. എനി ഡൗട്ട്? Yes, sir. ഇപ്പോൾ കെമിസ്ട്രിയുടെ അവസാനത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ദ എലമെന്റ് വിച്ച് ഹാസ് ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് ആർക്കാണ്? Fluorine. ഫ്ലൂറിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ അതൊക്കെ ഏതാ? Halogen. ഹാലജൻ. യെസ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാനുള്ള കഴിവല്ലേ? അതെ. അടുത്ത ദ ഫസ്റ്റ് അറ്റോമിക് തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ഡാഷ്. ആദ്യത്തെ അറ്റോമിക് തിയറി ഉണ്ടാക്കിയ ആളുടെ പേരെന്താ? John Dalton. ജോൺ ഡാൾട്ടൺ. ഡാൾട്ടന്റെ അറ്റോമിക് തിയറി കേട്ടോ. ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി. ദ ഫസ്റ്റ് അറ്റോമിക് തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൾട്ടൺ. ബോർ ഏതാ? ബോർ എന്തോ കണ്ടുപിടിച്ചേ? ആറ്റം മോഡലാ കേട്ടോ. Atom. മോഡൽ ബോർ മോഡൽ ഓഫ് ആറ്റം എന്നാ നമ്മൾ പഠിക്കുന്നത്. ആറ്റം എങ്ങനെ ഇരിക്കും എന്ന് ആദ്യം പറഞ്ഞത് നീൽസ് ബോറാണ്. കേട്ടോ. നീൽസ് ബോർ മോഡൽ ഓഫ് ആറ്റം. യെസ്.
ലാവോസിയറിനെയും കൂടെ നോക്കാം. എന്തേ? Ah. The discovery of Lavoisier. Oxygen. Oxygen, carbon, nitrogen, silicon. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി അല്ലേ? ഇദ്ദേഹം കൂടെ അതിനകത്ത് കാണുമായിരിക്കും. ഓ, എന്നാ അങ്ങനെയായിരിക്കും. അന്റോണിയോ ലാവോസിയർ ഡിസ്കവേർഡ് ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, സിലിക്കൺ എന്നാ പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിന് വേറൊരു പേരിൽ അറിയപ്പെടും, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന്. ലാവോസിയറിനെ ചേർത്ത് എഴുതിക്കോ കേട്ടോ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, അന്റോണിയോ ലാവോസിയർ. ഫാദർ ഓഫ് modern chemistry. മോഡേൺ കെമിസ്ട്രി. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. Sir. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ദ ഫസ്റ്റ് അറ്റോമിക് തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. അറ്റോമിക് തിയറി ബൈ ജോൺ ഡാൾട്ടൺ. നീൽസ് ബോർ മോഡൽ ഓഫ് ആറ്റം. അന്റോണിയോ ലാവോസിയർ, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. പോരെ? Sir. യെസ്. അടുത്തത് ദ കെമിക്കൽ നെയിം ഓഫ് അത് സാധനം Corundum. കൊറാണ്ടം. കൊറാണ്ടത്തിന്റെ കെമിക്കൽ നെയിം എന്തുവാ? Aluminium oxide. അലൂമിനിയം ഓക്സൈഡ്. അടുത്തത് ലാറ്റിൻ നെയിം ഓഫ് ഗോൾഡ്. ഗോൾഡിന്റെ ലാറ്റിൻ നെയിം എന്താണ്? ഓറം. ഓപ്ഷൻ സി, ഓറം. ഓറം. ഗോൾഡിന്റെ സിമ്പൽ എന്താ? ഇതാക്കളെ അറിഞ്ഞൂടാ. AU ആന്ന് തോന്നുന്നു കേട്ടോ. AU. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ഓഫ് ഹൈഡ്രജൻ. ബോസ് പ്രോസസ്. എന്ത് പ്രോസസ്? ബോസ് പ്രോസസ്. ഹൈഡ്രജൻ വ്യാവസായികമായി ഉത്പാദിപ്പിക്കുന്ന ബോസ് പ്രോസസ്സിലൂടെയാണ്. Post process. ഇൻവർ ഈസ് ആൻ അലോയ് ഓഫ് ഐവർ അല്ല, ഇൻവർ ആണ് കേട്ടോ. ഇൻവർ ഈസ് ആൻ അലോയ് ഓഫ് ഡാഷ്. ഏതാ? അയോൺ, നിക്കൽ. അയോൺ ആൻഡ് നിക്കൽ. ആസിഡ് യൂസ് ആസ് ആൻ ഓക്സിഡൈസർ ഇൻ റോക്കറ്റ് പ്രൊപ്പലന്റ്. ഏതാണ്? Nitric acid. നൈട്രിക് ആസിഡ്. ഈ പ്രൊപ്പലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പലന്റ്. അത് തന്നെ. റോക്കറ്റിന്റെ പ്രൊപ്പലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. ഒന്ന് വായിച്ചേ. 114. The element which has highest electronegativity, fluorine. 115. The first atomic theory was put forward by John Dalton. 116. Chemical name of corundum, aluminium oxide. 117. Latin name of gold, aurum. 118. Industrial productions of hydrogen, post process. 119. Invar is an alloy of iron, nickel. 120. Acid used as an oxidizer in rocket propellants, nitric acid. Yes. 114. The element which has highest electronegativity, fluorine. Sir, ഒരു മിനിറ്റ്. Yes. സരിക വായിച്ചോ. The first atomic theory was put forward by John Dalton. 116. Chemical name of corundum, aluminium oxide. 117. Latin name of gold, aurum.
118. Industrial productions of hydrogen is called Bosch process. 119. Invar is an alloy of iron and nickel. 120. Acid used as an oxidizer in rocket propellants. Nitric acid. യെസ്, വന്നോ? വന്നോ? ഇല്ല. വരുമ്പം പറയണേ. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് വൈറ്റമിൻ B2? വൈറ്റമിൻ B2വിൻ്റെ അടുത്ത പേരെന്താണ്? എന്താണ്? റിബോഫ്ലാവിൻ. അപ്പോൾ നമുക്ക് വൈറ്റമിൻ B2 കുറവാണെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ ഈ സാധനമാണ് തരുന്നത്. ഏതാ? റിബോഫ്ലേവിൻ. കണ്ടിട്ടുണ്ടോ ഈ മരുന്ന്? ഇല്ല. യെസ്. അടുത്തത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ? രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ. അതെ, ഹീമോഗ്ലോബിൻ രക്തത്തിലെ ശ്വേതരക്താണുക്കളുമായി ബന്ധപ്പെട്ട സാധനമാണ്. തയാമിൻ എന്ന് പറഞ്ഞാൽ മക്കളെ? ക്രോമസോം കൺസിസ്റ്റ് ഓഫ് ഡാഷ്. എന്താണ് മക്കളെ? DNA and protein. DNA-യും പ്രോട്ടീനും. അതിലാണ് ക്രോമസോം അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അച്ഛൻ ആരാണ് അറിയുന്നതിന് വേണ്ടി DNA ടെസ്റ്റ് നടത്തുന്നത്. കോട്ടയോ? അച്ഛൻ്റെ പകുതി ക്രോമസോമും അമ്മയുടെ പകുതി ക്രോമസോമും ചേർന്നാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഓക്കെ. എ ലാർജ് നമ്പർ ഓഫ് ഐഡന്റിക്കൽ പ്ലാന്റ്സ് can be obtained in the short span of time through dash. Tissue culture technique. അല്ലേ? ഒരേപോലുള്ള സസ്യങ്ങളെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്. അത് മനുഷ്യനിൽ പരീക്ഷിക്കരുത് എന്ന് നിയമമുണ്ട്. ഓക്കെ. പരീക്ഷ എന്ത് ചെയ്യും? ഒരാളെ പോലെ 5-6 പേര് കാണും, അല്ലേ? അടുത്തത് ദ പോയിസൺ ഓഫ് ഹണി ബീ. ഹണി ബീയിൽ ഉണ്ടാകുന്ന പോയിസൺ ഏതാണ്? അസിഡിക്. അടുത്തത് ദ ലാർജസ്റ്റ് ഇക്കോസിസ്റ്റം ഓഫ് എർത്ത് ഈസ് ഡാഷ്. ബയോസ്ഫിയർ. ബയോ എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ളത്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ജലമുള്ളത്, അല്ലേ? അടുത്തത് ദ മെയിൻ ഫ്യൂവൽ ഓഫ് ദ ബോഡി ടു പ്രൊഡ്യൂസ് എനർജി. ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫ്യൂവൽ ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറ് കൂടുതൽ കഴിക്കുന്നത്. ഏതാ ഇപ്പൊ പറഞ്ഞത്? മെയിൻ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇന്ധനം. ഫോർ ദ ബോഡി ടു പ്രൊഡ്യൂസ് എനർജി. ശരീരത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇന്ധനം ഏതാണ്? എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാന ഇന്ധനം ഏതാണ്? അതാണ് കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ടാണ് ചോറ് ഒക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. പ്രോട്ടീൻ കൂടുതൽ കഴിക്കത്തില്ല, ഫാറ്റും കൂടുതൽ കഴിക്കത്തില്ല, വൈറ്റമിനും കുറച്ചേ കഴിക്കുള്ളൂ. കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നതിൻ്റെ കാര്യം അതാണ് പെട്ടെന്ന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബ്ലഡ് സെൽ ഹാവിങ് ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ. ഏറ്റവും കുറഞ്ഞ സമയം ജീവിച്ചിരിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? ലിംഫോലിറ്റ്സ്.
Lymphocytes cell. ലിംബോസൈറ്റ്സ്. Lymphocytes. സൈറ്റ് എസ് സൈറ്റ്സ്. Lymphocytes. കാരിയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. Yeah. എന്താണ്? Cardiology. Tooth decay. Tooth decay. ടൂത്ത് ഡീക്കെ. ഹേർട്ടിൻ്റെ ഏതാ? Cardiology. കാർഡിയോളജി. ലിവറിൻ്റെയോ? ലിവറിന്റെ അറിഞ്ഞൂടാ. ഇനി നമുക്ക് ലിവറും കിഡ്നിയും കൂടെ പഠിക്കാം. എന്തേ? ശരി. അപ്പോൾ നമ്മളെന്തോ പറഞ്ഞു? കാരിയോളജി ടൂത്ത് ഡീക്കെ. ഹേർട്ട് Cardiology. കാർഡിയോളജി. ലിവറോ? Hepatology. ഹെപ്പറ്റോളജി. കിഡ്നി Nephrology. Nephrology. യെസ്. എനി ഡൗട്ട്? ഇല്ല. Sir. ഇല്ല. യെസ് വായിച്ചോ കേൾക്കട്ടെ. Biology. 1. What is the other name of vitamin B2? Riboflavin. 2. Chromosomes consists of DNA and protein. 3. Large number of identical plants can be obtained in a short span of time through tissue culture technique. 4. The poison of honeybee is acidic. 5. The largest ecosystem of the earth is biosphere. 6. The main fuel for the body to produce energy is carbohydrates. 7. Blood cells having shortest lifespan. Lymphocytes. 8. Karyology is the study of the tooth decay. യെസ്. സരിക നമ്മൾ വായിച്ചേ. The name of vitamin B2, riboflavin. 2. Chromosomes consist of DNA and proteins. 3. A large number of identical plants can be obtained in a short span of time through tissue culture technique. 4. The poison of honeybee is acidic. 5. The large ecosystem of the earth is biosphere. 6. The main fuel for the body to produce energy, carbohydrates. 7. Blood cells having shortest lymphocytes. 8. Cardiology is the study of tooth decay. എനി ഡൗട്ട്? Yes, sir. അപ്പോൾ 9. യെസ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ലാസ്റ്റ് ഫേസ് ഓഫ് സെൽ ഡിവിഷൻ ഈസ് നോൺ ആസ് ഡാഷ്. സെൽ ഡിവിഷന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിനെ എന്തോ പറയും? Telophase. എന്തോന്നാ? Telophase. ടെലോഫേസ്. ലാസ്റ്റ്. അടുത്തത് ദ ഹേർട്ട് വിത്ത് സിംഗിൾ ആർട്ടറിയം ആൻഡ് സിംഗിൾ വെൻട്രിയം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ഇൻ ദ ഡാഷ്. ഒരാൾട്രിയവും ഒരു വെൻട്രിയവും ഉള്ളത് ഏതിനെയാണ്? ഫിഷ്. നമുക്ക് എത്ര ചേമ്പറുണ്ട് ഹാർട്ടിന്? 4 ചേമ്പറുണ്ട്. 2 ആർട്ടിക്കിളും 2 വെൻട്രിക്കിളും. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് അകത്തേക്ക് വരുന്നു. വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പുറത്തേക്ക് പോകും. മനസ്സിലായോ? അടുത്തത് നമുക്ക് ആംഫീബിയൻസും ആർത്രോപോഡ്സും ബേർഡ്സും ഒക്കെ നോക്കിയാലോ ഹാർട്ടിനെ കുറിച്ച്? യെസ്. വെയിറ്റ്. 4. ഫിഷിന് 2. ഓക്കെ. ആംഫീബിയൻസ് എത്ര? 3 ചേമ്പർ. ഫിഷ് 2 ചേമ്പർ. ആന്ത്രോപോഡ്സ് ട്യൂബുലാർ.
ബേർഡ്സ് 4 ചേംബർ. വൈപ്പർ വെനം അഫക്റ്റ് വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി? ഏതാ? കിഡ്നി. കിഡ്നി അല്ലേ? വൈപ്പർ വെനം എന്ന് പറഞ്ഞ എന്തോ സാധനം? അണലി വിഷം. വൈപ്പർ വെനം അഫക്റ്റ് കിഡ്നി. കിഡ്നി പെട്ടെന്ന് ഡാമേജ് ആയപ്പോ ആള് ക്ലോസ് ആയി പോകും. ഓക്കെ, ബ്രെയിനിൽ അഫക്ട് ചെയ്യുന്ന വെനം ഏതാന്ന് നോക്കാം കേട്ടോ. വിച്ച് വെനം അഫക്ട് ഇൻ ബ്രെയിൻ? The viper venom affect which part of the body എന്ന് പറയുവാണെങ്കിൽ ലിവറിൽ ലങ്സും കിഡ്നിയും വരും. ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഏതാ? കിഡ്നിയാണ്. അടുത്തത്, നൈട്രജൻ ഫിക്സേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് അല്ലേ? അക്കംപ്ലിഷ്ഡ് ബൈ ഡാഷ്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, വിച്ച് സെൽ കൗണ്ട് ടേൺസ് ടു എലിവേറ്റഡ് അല്ലേ? എലിവേറ്റഡ് വെൻ ആൻ ഇൻഡിവിജ്വൽ ഹാസ് ആൻ അലർജി. അലർജി ഉണ്ടാകുമ്പോൾ ഏത് സെല്ലാണ് കൂടുതൽ എലിവേറ്റ് ചെയ്യപ്പെടുന്നത്? ഏത് സെല്ലാണ്? ഇസ്നോഫിൽ. ഇസ്നോഫീലിയ എന്ന് പറഞ്ഞാൽ എന്തിന്റെ അസുഖമാ? അലർജിയുടെ അസുഖം. തുമ്മല് കേട്ടോ. ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാവുന്നയാൾക്ക് ഏറ്റവും കൂടുതൽ തുമ്മലാ ഉണ്ടാവുക ആദ്യം, അല്ലേ? അതെ. മോക്ക് അലർജി ഉണ്ടോ? ശരി. അടുത്തത്, ദ കോസ് ഓഫ് ട്യൂബർക്കുലോസിസ് ഏതാ? TB. ഏതാ? വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, പ്രോട്ടോസോവയാണോ? ഏതാ? ബാക്ടീരിയ. TB, ട്യൂബർക്കുലോസിസ് അല്ലേ? യെസ്. വിച്ച് അവാർഡ് ഈസ് കോൾഡ് എൻവയോൺമെന്റലിസ്റ്റ് നോബൽ പ്രൈസ്? ഏതാ? ഗോൾഡ്മാൻ പ്രൈസ് അല്ലേ? എൻവയോൺമെന്റലിസ്റ്റ് നോബൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത് ഗോൾഡ്മാൻ പ്രൈസ് ആണ്. ഓക്കെ, എനി ഡൗട്ട്? ഇല്ല. വായിച്ചോ, കേക്കട്ടെ. 9. The last phase of cell division is known as telophase. 10. A heart with a single atrium and a single ventricle is a characteristic of adult fish. 11. Viper venom affects which part of body? Kidney. 12. Nitrogen fixation is accomplished by bacteria. 13. Which cell count tends to be elevated when an individual has an allergy? Eosinophil. 14. The cause of tuberculosis is bacteria. 15. Which award is called Environmentalist of Nobel Prize? Goldman Prize. Yes. 9. The last phase of cell division is known as telophase. 10. A heart with single atrium and single ventricle is a characteristic of adult fish. Viper venom affects which part of the body? Kidney. Nitrogen fixation is accomplished by bacteria. 13. Which cell count tends to be elevated when an individual has an allergy? Eosinophil. 14. The cause of tuberculosis is bacteria. 15. Which award is called Environmentalist Nobel Prize? Goldman Prize.
ഫോനേമ. റെഡി? ആ സർ. എനി ഡൗട്ട്? ഇല്ല സർ. 20 അല്ലേ? ഞങ്ങൾക്കേ ആ ഒരു മരണുണ്ട് അമ്മന്റെ തറവാട്ടില്. ഇപ്പൊ നിർത്തണോ? ആ സർ. യെസ്, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത പേജ് 16ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നാളെ 4 മണി കേട്ടോ. ആ സർ. പഠിച്ചുകൊണ്ട് വരണം. ആ സർ. യെസ്, ഗുഡ്.